മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് പ്രകാരം പദ്ധതിയുടെ ഭാഗമായി 300 കിലോമീറ്റർ നീളത്തിലുള്ള വയാഡക്ട് അതായത് ഉയരത്തിലുള്ള പാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇത് രാജ്യത്തിന്റെ അതിവേഗ റെയിൽ ഗതാഗത രംഗത്തെ ഒരു വലിയ നാഴികക്കല്ലാണ്. നമുക്ക് ഈ പദ്ധതിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. മുംബൈയെയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നടപ്പിലാക്കുന്നത് നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ NHSRCL ആണ്. ഈ റൂട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുംബൈയിലെ ബാന്ദ്ര കുർല കോംപ്ലക്സ് സ്റ്റേഷനാണ്. ഈ റൂട്ടിലെ ഏക ഭൂഗർഭ സ്റ്റേഷൻ ആയിരിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാന്ദ്ര കുർല കോംപ്ലക്സിലെ ഭൂഗർഭ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇവിടെ നടത്തേണ്ടിയിരുന്ന മണ്ണെടുപ്പിന്റെ 76% ഇതിനോടകമായി പൂർത്തിയായി. ആകെ 18.7 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത്. അതിൽ 14.2 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഇതിനകം നീക്കം ചെയ്തു കഴിഞ്ഞു. ഒരു വലിയ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സ്റ്റേഷൻ നിർമ്മാണത്തിനായി 3 വലിയ ബാച്ചിങ് പ്ലാന്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവ ഓരോ മണിക്കൂറിലും 120 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് തയ്യാറാക്കാൻ ശേഷിയുള്ളവയാണ്. കോൺക്രീറ്റിന്റെ താപനില നിയന്ത്രിക്കുന്നതിനായി എസ് പ്ലാന്റും ചില്ലർ പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനായി ഒരു ആധുനിക ലാബും ഇവിടെ പ്രവർത്തിക്കുന്നു. സ്റ്റേഷന്റെ അടിത്തറ M60 ഗ്രേഡിലുള്ള അതീവ ബലമുള്ള കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഓരോ സ്ലാബിനും ഏകദേശം 3000 മുതൽ 4000 ക്യൂബിക് മീറ്റർ വരെ കോൺക്രീറ്റ് ആവശ്യമാണ്. ഇനി നമുക്ക് മുംബൈ സ്റ്റേഷന്റെ മറ്റു പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ഭൂനിരപ്പിൽ നിന്ന് 26 മീറ്റർ താഴെയായിരിക്കും സ്ഥിതി ചെയ്യുക. ഏതാണ്ട് ഒരു 10 നില കെട്ടിടത്തിന്റെ അത്രയും താഴ്ചയിലായിരിക്കും ഇത്. സ്റ്റേഷന് 3 നിലകൾ ഉണ്ടാകും. പ്ലാറ്റ്ഫോം, കോൺകോഴ്സ് അഥവാ യാത്രക്കാർക്കുള്ള പൊതുസ്ഥലം, സർവീസ് ഫ്ലോർ. ഏകദേശം 32 മീറ്റർ ആഴത്തിലാണ് ഖനനം നടക്കുന്നത്. 6 പ്ലാറ്റ്ഫോമുകളാണ് സ്റ്റേഷനിൽ ഉണ്ടാവുക. ഓരോ പ്ലാറ്റ്ഫോമിനും 415 മീറ്റർ നീളം ഉണ്ടാകും. ഇത് 16 കോച്ചുകളുള്ള ബുള്ളറ്റ് ട്രെയിനുകൾക്ക് സുഗമമായി വന്നു പോകാൻ സൗകര്യമൊരുക്കും. സ്റ്റേഷനെ നിലവിലുള്ള മെട്രോ ലൈനുമായും റോഡുമായും ബന്ധിപ്പിക്കും. യാത്രക്കാർക്ക് എളുപ്പത്തിൽ സ്റ്റേഷനിലെത്താൻ 2 വഴികളുണ്ടാകും. ഒന്ന് മെട്രോയിലേക്കും മറ്റൊന്ന് MTNL കെട്ടിടത്തിന്റെ ഭാഗത്തേക്കും. യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഈ സ്റ്റേഷനിൽ ഒരുക്കുന്നത്. സ്റ്റേഷന്റെ ഉള്ളിലേക്ക് സ്വാഭാവിക വെളിച്ചം ലഭിക്കുന്നതിനായി സ്കൈ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കാനും യാത്രക്കാർക്ക് കൂടുതൽ മികച്ച അന്തരീക്ഷം നൽകാനും സഹായിക്കും. ഇന്ത്യയുടെ അതിവേഗ ആധുനിക ട്രെയിൻ യാത്ര സ്വപ്നങ്ങളിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. 300 കിലോമീറ്റർ വയാഡക്ട് പൂർത്തിയായതും ബാന്ദ്ര കുർല കോംപ്ലക്സിന്റെ ഭൂഗർഭ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതിയും ഈ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് വേഗത കൂട്ടുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ തന്നെ മാറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.